മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്തെ എയർപോർട്ടുകൾക്ക് തീവ്രവാദ ഭീഷണി ഉണ്ടെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ ആക്രമണമുണ്ടാകും എന്നാണ് ഈ ഭീഷണി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇതെല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ ഒരു വ്യാജ ഭീഷണിയല്ല, അതിൽ കുറച്ച് ഗൗരവ സ്വഭാവമുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ തീവ്രവാദ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ്. എന്താണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകാനുള്ള സാഹചര്യം, പശ്ചാത്തലം, വിവരങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പാണ് ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിഭാഗം ഇപ്പോൾ എയർപോർട്ടുകൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളോടും സുരക്ഷ വർദ്ധിപ്പിക്കുവാനും ജാഗ്രത പുലർത്തുവാനുമുള്ള നിർദ്ദേശമാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത്. സെക്യൂരിറ്റി ചെക്കുകൾ, അതുപോലെ തന്നെ CCTV നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ശക്തമാക്കുവാനും അതിൽ കൃത്യമായി അത്തരം നിരീക്ഷണങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കാരണമായി പറയുന്നത് ഈ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ചില ഭീഷണി ലഭിച്ചിട്ടുണ്ട്. അത് പറയുന്നത് സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ ഈ ആക്രമണം ഉണ്ടായേക്കും എന്നൊരു ഭീഷണി സന്ദേശമാണ്, അല്ലെങ്കിൽ ഭീഷണി വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സുരക്ഷാ ഏജൻസികളാണ് ആ വിവരം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷനുമായി പങ്കുവച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൃത്യമായ ഏകോപനം ഇക്കാര്യത്തിൽ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പോ അത്തരത്തിലൊരു ഭീഷണിയോ വിമാനത്താവളം നേരിടുന്നുണ്ടെങ്കിൽ അത് CISF-ഉമായും ലോക്കൽ പോലീസുമായും IB-യുമായി എത്രയും വേഗം ബന്ധപ്പെടാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എയർപോർട്ടുകൾക്ക് നൽകിയിരിക്കുന്നത്. അതീവ ജാഗ്രത പുലർത്തുവാനും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുവാനുമാണ് ആ നിർദ്ദേശം. പ്രജിൻ, സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ വിമാനത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി തന്നെ പ്രവർത്തിക്കുക, അതൊരു മുന്നറിയിപ്പായി എടുക്കുക എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരുന്നത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.